പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദ് ജില്ലയിൽ വഖഫ് നിയമവിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് തീവ്രവാദ സംഘങ്ങളുടെ പിന്തുണ ലഭിച്ചതായി ഇന്റലിജൻസ് റിപ്പോർട്ട്. പ്രാദേശിക നേതാക്കളുടെ സഹായത്തോടെ ബംഗ്ലാദേശി തീവ്രവാദികൾ ഇടപെടലുകൾ നടത്തിയെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ആക്രമണങ്ങളിൽ പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ പങ്കും കേന്ദ്ര ഏജൻസികൾ ഗൌരവമായി പരിശോധിക്കുന്നുണ്ട്. ബംഗ്ലാദേശ് ആസ്ഥാനമായുള്ള രണ്ട് തീവ്രവാദ സംഘടനകളായ ജമാഅത്തുൽ മുജാഹിദീൻ ബംഗ്ലാദേശ്, അൻസാറുള്ള ബംഗ്ല ടീം എന്നിവയിലെ അംഗങ്ങൾക്ക് പശ്ചിമ ബംഗാളിലെ ആക്രമണങ്ങളിൽ പങ്കുണ്ടെന്നാണ് വിവരം. മുർഷിദാബാദ് ജില്ലയിൽ 3 പേരാണ് അക്രമ സംഭവങ്ങളിൽ കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും സുതി, ധൂലിയൻ, ജംഗിപൂർ എന്നിവയുൾപ്പെടെ ജില്ലയിലെ പല ഭാഗങ്ങളിൽ അക്രമാസക്തമായ പ്രതിഷേധങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. സുതിയിലാണ് ആദ്യം പ്രതിഷേധമുണ്ടായത്. പോലീസ് സേന അവിടേക്ക് കേന്ദ്രീകരിച്ചപ്പോൾ 10 കിലോമീറ്റർ അകലെയുള്ള ഷംഷേർഗഞ്ചിൽ തീവെപ്പും അക്രമവും നടന്നു. മുർഷിദാബാദിലെ സ്ഥിതിഗതികൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. കഴിഞ്ഞ 48 മണിക്കൂറിനുള്ളിൽ പുതിയ അക്രമ സംഭവങ്ങളൊന്നും ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ആട്ടിയോടിക്കപ്പെട്ട കുടുംബങ്ങൾ വീട്ടിലേക്ക് മടങ്ങാൻ തുടങ്ങിയെന്ന് അധികൃതർ അവകാശപ്പെടുന്നു. അതേസമയം ആൾക്കൂട്ട കൊലപാതകങ്ങൾ, വർഗീയ ആക്രമണങ്ങൾ, പോലീസ് നിഷ്ക്രിയത്വം എന്നിവയെക്കുറിച്ച് അഗ്നി സമാജ് നൽകിയ പരാതി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ പരിശോധിക്കുന്നുണ്ട്. അക്രമവുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലെടുത്തവരുടെ എണ്ണം 221ആയി. ഹർഗോബിന്ദ് ദാസിന്റെയും മകൻ ചന്ദൻ ദാസിന്റെയും കൊലപാതകത്തിൽ പ്രത്യേക അന്വേഷണ സംഘം 2 പേരെ അറസ്റ്റ് ചെയ്തു. ഏപ്രിൽ 12-ന് ദുലിയാനിയിലെ വീട്ടിൽ വെച്ചാണ് ഇരുവരെയും വെട്ടിക്കൊലപ്പെടുത്തിയത്. സൗത്ത് 24 പർഗാനാസ് ജില്ലയിലെ ബങ്കറിൽ നടന്ന ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് 9 പേരെ കൂടി അറസ്റ്റ് ചെയ്തു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.